പ്രകാശവർഷം എന്നാൽ എന്താണ്? ഉത്തരം: പ്രകാശം ഒരു വർഷം സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ബഹിരാകാശത്ത് വെച്ച് ജനിച്ച ആദ്യത്തെ ജീവി? ഉത്തരം: കാട. ബുധന് സമീപമെത്തി വിവരങ്ങൾ ശേഖരിച്ച ബഹിരാകാശ വാഹനം ഏതാണ്? ഉത്തരം: മരീനർ 10. ചന്ദ്രയാൻ 1 ഏത് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപിച്ചത്? ഉത്തരം: ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും. ചന്ദ്രന്റെ പ്രായം? ഉത്തരം: 450 കോടി വർഷം. റഡാർ കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം: ടെയ്ലർ ഫയങ്. റോക്കറ്റ് വിക്ഷേപിക്കുവാൻ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഉത്തരം: ദ്രാവക ഹൈഡ്രജൻ, ദ്രാവക ഓക്സിജൻ, നൈട്രജൻ ടെട്രോക്സൈഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് റോക്കറ്റുകൾ ഉപയോഗിക്കുന്ന ഇന്ധനം. ചന്ദ്രനിൽ ഇന്ത്യ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന വാസസ്ഥലത്തിന് ISRO നിർദ്ദേശിച്ച പേര്? ഉത്തരം: ചാന്ദ്രവിഹാർ. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ചാന്ദ്ര ദൗത്യ പേടകത്തിന്റെ ഭാരം? ഉത്തരം: 675 കിലോഗ്രാം. റോക്കറ്റിന്റെ വിക്ഷേപണം കഴിഞ്ഞാൽ റോക്കറ്റിന് എന്തു സംഭവിക്കും? ഉത്തരം: ശൂന്യാകാശ വാഹനത്തിന്റെ യാത്രയ്ക്ക് കുറച്ച് സെക്കൻഡിന്റെ ഉപയോഗം മാത്രമേ റോക്കറ്റിനുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് പതിക്കുന്നു. ബഹിരാകാശ വാഹനങ്ങൾ ചലിക്കുന്നത് ഏതു ശാസ്ത്രജ്ഞന്റെ ചലന നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ്? ഉത്തരം: ഐസക് ന്യൂട്ടന്റെ. സൗരയൂഥ വാനശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വാന നിരീക്ഷകൻ ആരാണ്? ഉത്തരം: വില്യം ഹെർഷൽ. ലോക ബഹിരാകാശ വാരം ആചരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം: ഒക്ടോബർ 4 മുതൽ 10 വരെ. നക്ഷത്രങ്ങൾക്കും ഹൈഡ്രജൻ ബോംബിനും പൊതുവായുള്ള പ്രത്യേകത എന്താണ്? ഉത്തരം: രണ്ടിലും ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് നടക്കുന്നത്. ഏതു ഗ്രഹത്തിലാണ് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത്? ഉത്തരം: ശുക്രൻ. അമ്പിളി അമ്മാവ താമര കുമ്പിളിൽ എന്തുണ്ട് എന്ന നാടകഗാനം എഴുതിയത് ആരാണ്? ഉത്തരം: ONV കുറുപ്പ്. ഭ്രമണവും പരിക്രമണവും തുല്യമായ ആകാശഗോളം? ഉത്തരം: ചന്ദ്രൻ. ചന്ദ്രന്റെ ഭ്രമണവും പരിക്രമണവും തുല്യമായതിനാൽ ചന്ദ്രന്റെ ഒരു വശം മാത്രമേ ഭൂമിയിൽ നിന്നും കാണാൻ സാധിക്കൂ. ചന്ദ്രന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തിന്റെ എത്രയാണ്? ഉത്തരം: 81/1. ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം? ഉത്തരം: ബെയ്ലി ഗർത്തം. ദ്രവരൂപത്തിലുള്ള ചന്ദ്രന്റെ പുറം ഭാഗം അറിയപ്പെടുന്ന പേര്? ഉത്തരം: മാഗ്മ സമുദ്രം. ചന്ദ്രയാൻ ദൗത്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കയ്യൊപ്പുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് എന്താണ്? ഉത്തരം: ഖുഷ്ബു മിർസ. ചന്ദ്രയാൻ മിഷൻ ചെക്കോട്ട് ഡിവിഷൻ എഞ്ചിനീയർ ആയിരുന്നു ഇവർ. ഭൂമിയിൽ നിന്ന് നമുക്ക് ചാടാൻ കഴിയുന്ന ദൂരത്തിന്റെ എത്ര ഇരട്ടി ചന്ദ്രനിൽ നിന്നും ചാടാൻ കഴിയും? ഉത്തരം: 6 ഇരട്ടി. എ മാൻ വിത്ത് ഗോൾഡൻ ആംസ്, സുവർണ കരങ്ങളുള്ള ആൾ എന്ന് നാസ വിശേഷിപ്പിച്ച ചാന്ദ്രയാത്രികൻ ആരാണ്? ഉത്തരം: ജോൺ യങ്. മൂൺ ഇമ്പാക്ട് പ്രോബ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങിയത് എന്നാണ്? ഉത്തരം: 2008 നവംബർ 14. അന്തരീക്ഷ പഠനങ്ങളും മറ്റും നടത്താൻ ഉപയോഗിച്ചിരുന്ന റോക്കറ്റുകൾ? ഉത്തരം: നൈക്കി അപ്പാച്ചി റോക്കറ്റുകൾ. ആലീസ് എന്ന പരീക്ഷണത്തിന്റെ ഉദ്ദേശം? ഉത്തരം: പ്രപഞ്ച സൃഷ്ടി നടന്നയുടനെ നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന
അല്പായുസ് മാത്രമുള്ള കോർക്ക് ഗ്ലൂവോൺ പ്ലാസ്മ എന്ന കണസൂപ്പിനെ സൃഷ്ടിക്കുക. ചന്ദ്രന്റെ വൃത്തിക്ഷയങ്ങൾക്ക് കാരണം. ഉത്തരം സൂര്യനിൽ നിന്നുള്ള പ്രകാശം ചന്ദ്രനിൽ പതിക്കുന്നത് ഭൂമിയിൽ ദൃശ്യമാകുന്നതിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം. ഹൈഡ്രോക്സിൽ ജലകണികകളിൽ എത്ര ആറ്റങ്ങൾ ഉൾക്കൊള്ളുന്നു? ഉത്തരം ഒരു ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും. PSLVയുടെ പൂർണ്ണരൂപം. ഉത്തരം പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ചാന്ദ്രയാൻ എഞ്ചിന് ഇന്ധനം നൽകുന്ന മോട്ടോറിന്റെ പേര്. ഉത്തരം ലാം ലിക്വിഡ് അപ്പോജി മോട്ടോർ. എഡ്യൂസാറ്റ് ഉപഗ്രഹത്തിന്റെ ഭാരം. ഉത്തരം 1950 കിലോഗ്രാം. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ പരിക്രമണകാലം എത്രയാണ്? ഉത്തരം ഭൂമിയിലെ 27 ദിവസവും 7 മണിക്കൂറും 43 മിനിറ്റും. സൗരയൂഥത്തിന്റെ ദ്രവ്യമാനത്തിന്റെ മുഖ്യ പങ്ക് വഹിക്കുന്ന ഗ്രഹങ്ങൾ. ഉത്തരം സൂര്യനും വലിയ വാതക ഗ്രഹമായ വ്യാഴവും. വ്യാഴത്തെ ഭൂമിയുടെ രക്ഷകൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഉത്തരം സൂര്യന്റെ ഗുരുത്വാകർഷണം മൂലം അനേകം വസ്തുക്കൾ സൂര്യന്റെ സമീപത്തേക്ക് കുതിക്കുന്നുണ്ട്. ഈ പാച്ചിലിനിടയിൽ ഭൂമിയുടെ ഭ്രമണപഥത്തിലൂടെ ഇവ കടക്കുന്നത് നമുക്ക് അപകടകരമാണ്. എന്നാൽ ഭൂമിയുടെ സമീപത്ത് എത്തുന്നതിനു മുൻപ് വ്യാഴം അതിന്റെ വലിയ ദ്രവ്യമാനം മൂലമുള്ള ഗുരുത്വാകർഷണത്തിൽ മിക്ക വസ്തുക്കളെയും ആ ഗ്രഹത്തിനടുത്തേക്ക് വലിച്ചടിപ്പിച്ച് പതിപ്പിക്കുന്നു. ഈ കാരണം കൊണ്ടാണ് വ്യാഴത്തെ ഭൂമിയുടെ രക്ഷകൻ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ സമ്പൂർണ്ണ വാണിജ്യ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം PSLV C8. ഭൂമിയുടെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉപഗ്രഹം ഏതാണ്? ഉത്തരം ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റാൻ. ഗ്രഹണം എന്ന പ്രതിഭാസം എന്താണ്? ഉത്തരം സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ ഒരേ നേർരേഖയിൽ വരുന്നതാണ് ഗ്രഹണം എന്ന പ്രതിഭാസം. സാരോസ് ചക്രത്തിന്റെ കാലയളവ്. ഉത്തരം 18 വർഷവും 11 ദിവസവും 8 മണിക്കൂറും. കൽപ്പന ചൗള ജനിച്ചത് എവിടെയാണ്? ഉത്തരം 1961 ജൂലൈ 1 ഹരിയാനയിലെ കർണാലിൽ. ആഗോളതാപനം എന്നാൽ എന്താണ്? ഉത്തരം ഭൂമിയുടെ ഉപരിതല ഊഷ്മാവ് കൂടുന്നതിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ചന്ദ്രനിലെ ഗർത്തങ്ങൾക്ക് പലപ്പോഴും വ്യക്തികളുടെ പേര് നൽകാറുണ്ട്. ആയിരക്കണക്കിന് വ്യക്തികളിൽ ഭാരതവുമായി ബന്ധമുള്ള പേരുകളായ സീത, ആര്യഭട്ട, CV രാമൻ, ഹോമി ജെ ഭാവ, വിക്രം സാരാഭായ്, മേഘനാഥ് സാഹ എന്നിവയുമുണ്ട്. ഈ ബഹുമതിക്ക് അർഹനായ ആദ്യ ബോളിവുഡ് താരം ആരാണ്? ഉത്തരം ഷാരൂഖ് ഖാൻ. ന്യൂയോർക്കിലെ ഇന്റർനാഷണൽ ലൂണാർ ജിയോഗ്രഫിക് സൊസൈറ്റിയാണ് ഷാരൂഖ് ഖാന്റെ 44ാമത് ജന്മദിനത്തോടനുബന്ധിച്ച് ഈ പ്രഖ്യാപനം നടത്തിയത്. പിന്നീട് ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ 2009 ഇത് ഔദ്യോഗികമായി അംഗീകരിച്ചു. ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം എന്താണ്? ഉത്തരം കറുപ്പ്. ചാന്ദ്രയാൻ ദിനം എന്നാണ്? ഉത്തരം ഒക്ടോബർ 22. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ ചുരുക്കപ്പേര്? ഉത്തരം ISRO. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് ഇതിന്റെ പൂർണ്ണരൂപം. ചന്ദ്രനിൽ ജലസാന്നിധ്യം കണ്ടെത്തിയ ഉപകരണത്തിന്റെ പേര്? ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ചന്ദ്രന്റെ ഉപരിതലത്തിലെ പരീക്ഷണങ്ങൾ നടത്താൻ ചന്ദ്രയാൻ 1 എത്ര പേലോഡുകളാണ് ഘടിപ്പിച്ചിരുന്നത്? ഉത്തരം 11. ഇവയിൽ 5 എണ്ണം ഇന്ത്യയിൽ നിർമ്മിച്ചതും ബാക്കി 6 എണ്ണം വിദേശ നിർമ്മിതവും ആണ്.
എവിടെ നിന്നും വരുന്ന വസ്തുക്കളാണ് വാൽ നക്ഷത്രങ്ങളായി ദൃശ്യമാകുന്നത്? ഉത്തരം നെപ്റ്റ്യൂണിന് അപ്പുറമുള്ള പ്രദേശത്തു നിന്ന് ഉത്ഭവിച്ച് സൂര്യന്റെ സമീപത്തേക്ക് വരുന്ന വസ്തുക്കൾ. ഇന്ത്യ വിക്ഷേപിച്ച രണ്ടാമത്തെ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ഓഷ്യൻസാറ്റ് 2. M3 എന്ന ഉപകരണത്തിന്റെ പൂർണ്ണരൂപം. ഉത്തരം മൂൺ മിനറോളജി മാപ്പർ. ഇന്ത്യൻ റഡാർ ചാര ഉപഗ്രഹം ഏതാണ്? ഉത്തരം റീസാറ്റ് 2. വളരെ മുൻപ് തന്നെ ചന്ദ്രനിലെ ഗുഹകൾ കണ്ടെത്തിയ ജപ്പാന്റെ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം കഗുയ. ഹീലിയോസ്ഫിയർ എന്താണ്? ഉത്തരം സൂര്യന്റെ സാന്നിധ്യം അനുഭവവേദ്യമാകുന്ന സ്പേസിലെ പ്രദേശം. നിലാവിന്റെ അളവ് ഏറ്റവും കൂടുതൽ ഏത് ദിവസമാണ്? ഉത്തരം പൗർണമി ദിവസം. 5 ഘട്ടങ്ങൾ ഉള്ളതും പൂർണ്ണമായും ഖര ഇന്ധനം ഉപയോഗിക്കുന്നതുമായ വിക്ഷേപണ വാഹനം ഏതാണ്? ഉത്തരം ഓഗ്മെന്റഡ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ഉപഗ്രഹ വിക്ഷേപണത്തിനും ഒന്നിലധികം ഘട്ടങ്ങളുള്ള റോക്കറ്റുകളുടെ വിക്ഷേപണങ്ങൾക്കും ഉപയോഗിക്കുന്ന ഇന്ത്യൻ വിക്ഷേപണ കേന്ദ്രം. ഉത്തരം ശ്രീഹരിക്കോട്ട റോക്കറ്റ് ലോഞ്ചിംഗ് സ്റ്റേഷൻ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട, ആന്ധ്രാപ്രദേശ്. മാഗ്മ സമുദ്രത്തിന്റെ ആഴം. ഉത്തരം 500 കിലോമീറ്റർ. ഭൂമിയുടെ 71% എന്താണ്? ഉത്തരം മഹാസമുദ്രം. സൂര്യഗ്രഹണം എന്നാൽ എന്താണ്? ഉത്തരം ചന്ദ്രൻ ഭൂമിയുടെയും സൂര്യന്റെയും ഇടയിൽ വരുന്നതിനാൽ ഭൂമിയിൽ ചന്ദ്രന്റെ നിഴൽ വീഴുന്നതാണ് സൂര്യഗ്രഹണം. സൗണ്ടിംഗ് റോക്കറ്റുകളുടെ ദൂരപരിധി. ഉത്തരം 50 മുതൽ 1500 കിലോമീറ്റർ വരെ. പ്രധാനപ്പെട്ട ശാസ്ത്ര നേട്ടങ്ങൾക്ക് യുനെസ്കോ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? ഉത്തരം കലിംഗ പ്രൈസ്. ഹബിൾ ടെലസ്കോപ്പിന്റെ ജീവിതകാലം എത്ര വർഷമായിരുന്നു? ഉത്തരം 15 വർഷം. ആകാശത്തിന്റെ നിറം നീലയായി കാണുന്നത് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിച്ച ഐറിഷ് ഭൗതിക ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ജോൺ കിറ്റിഡൽ. 2014 സെപ്റ്റംബർ 24-നെ ചരിത്രത്തിലെ റെഡ് ലെറ്റർ ഡേ ആയി വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം മാർസ് ഓർബിറ്റർ മിഷൻ വിജയകരമായതുകൊണ്ട്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത നാഗ് ഏത് തരം മിസൈലാണ്? ഉത്തരം ടാങ്ക് വേദ മിസൈൽ. ചന്ദ്രനിൽ ഉണ്ടെന്ന് കണക്കാക്കപ്പെടുന്ന വെള്ളത്തിന്റെ അളവ്. ഉത്തരം 1 ഘന കിലോമീറ്ററോളം. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം, ഫ്രം ദ ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾ എന്നീ ഗ്രന്ഥങ്ങൾ രചിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം സ്റ്റീഫൻ ഹോക്കിംഗ്. മറ്റു ഗ്രഹങ്ങളുടെ ദിശയ്ക്ക് വിപരീതമായി സഞ്ചരിക്കുന്ന ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതം. ഉത്തരം ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ്. ഈ പർവ്വതത്തിന് 15.5 മൈൽ ഉയരവും 372 മൈൽ വീതിയുമുണ്ട്. ഭൂമിയിൽ നിന്ന് ടെലസ്കോപ്പ് ഇല്ലാതെ ഏതെങ്കിലും ഗ്രഹത്തെ കാണാൻ കഴിയുമോ? ഉത്തരം ഭൂമിക്കരികെയുള്ള 5 ഗ്രഹങ്ങളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നിവയാണ് അവ. മഴവില്ലിന് നിറം കൊടുക്കുന്ന പ്രകാശ സ്രോതസ് ഏതാണ്? ഉത്തരം സൂര്യപ്രകാശം. ആണവ സംയോജനം മൂലമാണ് നക്ഷത്രങ്ങളിൽ നിന്ന് പ്രകാശം ഉണ്ടാകുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഉത്തരം ഹാൻസ് ബെത്ത.
ധൂമകേതുവിന്റെ വാൽ പോലുള്ള ഭാഗത്തിന് നീളം കൂടുന്നതായി കാണുന്നത് എപ്പോഴാണ്? ഉത്തരം സൂര്യന്റെ സമീപത്തേക്ക് വരുമ്പോൾ. പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഏതാണ്? ഉത്തരം ശൂന്യത. ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് എത്ര കിലോമീറ്റർ ഉയരത്തിലെത്തണം? ഉത്തരം 100 കിലോമീറ്റർ ഉയരത്തിൽ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേര്? ഉത്തരം പ്രശാന്ത സമുദ്രം. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ശരാശരി ദൂരം എത്രയാണ്? ഉത്തരം 3,84,404 കിലോമീറ്റർ. ഒരു മാസത്തിനിടയ്ക്കുണ്ടാകുന്ന രണ്ടാമത്തെ പൂർണ്ണചന്ദ്രൻ അറിയപ്പെടുന്ന പേര്? ഉത്തരം നീലചന്ദ്രൻ. ചന്ദ്രനിലെ നിരപ്പുള്ളതും പഴക്കം കുറഞ്ഞതുമായ പ്രദേശം? ഉത്തരം മരിയ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ ബഹിരാകാശ വാഹനം? ഉത്തരം ലൂണ 2.